നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളൊക്കെ നമുക്ക് വാട്സപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. ആരാണെന്ന് വിളിച്ച് നോക്കാം. कोने किधर है? घर पे हूँ. आप कौन? अच्छा, कैसे अभी क्लाइमेट कैसे हो? क्लाइमेट अभी लेकिन അയ്യടാ സോറി അയ്യ എന്റെ പൊന്നെ പത്തനാപുരത്തിന്റെ അഭിമാന ഭാജനം ഹരി പത്തനാപുരം അല്ലേ? ഇത് എവിടുന്നാ? അയ്യോ എന്റെ പൊന്നെ ഞാൻ പുറത്ത് നിക്കായിരുന്നു കോഴിന്റെ സ്ഥലം എവിടാ? ഞാൻ ചെറുവക്കലാണ്. അല്ലെന്നേ ഹിന്ദി പറഞ്ഞത്. പൊന്നു മക്കളെ സോറി പൊന്നെ ഞങ്ങള് ബോംബെയിലായിരുന്നു. അതാ ഞാൻ ചോദിച്ചേ. 4-5 വർഷം കൊണ്ടാണ് ഇനി വന്നത്. നമ്മൾ അന്തേരിയിലായിരുന്നു. ഓ, നാട്ടിലുണ്ടല്ലേ? ഓ, നമ്മൾ ഇവിടെയാണ്. ഞാന് ഹിന്ദി കേട്ടപ്പോ വിചാരിച്ചു വെളിയിൽ എവിടെങ്കിലും ആയിരിക്കും. ഇപ്പൊ അവിടൊക്കെ ഇത്തിരി തണുപ്പ് സമയല്ലേ എന്ന് വിചാരിച്ചു. സുഖാണോ? ഓ, സുഖം തന്നെപ്പാ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. 1996 സെപ്റ്റംബർ 14 ശനിയാഴ്ച രാത്രി 12:55. നേരം വെളുത്തു വരുന്നതാണോ 14? അതെ. അല്ലല്ല, 14 രാത്രി 12:55 എന്നാണ്. എന്ന് പറയുമ്പോ 15-ാം തീയതി വെളുപ്പിനെയാണോ? അത്തമാണോ ഉത്രമാണോ? ഉത്രം. ഉത്രമാകുമ്പോ നേരം വെളുത്തു വരുന്നത് 14-ാം തീയതി. അപ്പൊ ഞാൻ പറയുന്നതേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് 14-ാം തീയതി വെളുപ്പിനെ 12:55. ഓക്കെ. 14-ാം തീയതി വെളുപ്പിനെ 12:55 എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്കും കൺഫ്യൂഷൻ ആവും, എടുക്കുന്നവർക്കും കൺഫ്യൂഷൻ ആവും, അവസാനം മൊത്തത്തിൽ പ്രശ്നം വരും. അപ്പൊ അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു, ചിങ്ങമാസം 29-ാം തീയതി ആയിരുന്നു. അന്ന് ഉത്രമാണ് നക്ഷത്രം, 4-ാം പാദം. മോന്റെ ആണോ? അല്ല, മോളെയാണ്. അവള് ഇതെവിടാ ജനിച്ചേ? ജനിച്ചത് കണ്ണൂരാണ്. കണ്ണൂരാണ്. ഒരു മിനിറ്റ് അതുകൂടെ നോക്കിക്കോട്ടെ. കണ്ണൂർ കേരള. ഓക്കെ. മോളുടെ ഏതല്ലേ? ഉത്ര നക്ഷത്രം. ഓ, M.Com ഫസ്റ്റ് ക്ലാസ്. നല്ല ജോലി കിട്ടും ചേച്ചി. എവിടെയാണ്? എന്നാണ് ചേച്ചി കിട്ടും ചേച്ചി. സമയം കുറച്ച് മോശമായിരുന്നു. ചേച്ചി വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കാതെ നല്ല ജോലി കിട്ടും. മോളോട് ആത്മാർത്ഥമായിട്ട് എഴുതാൻ പറയുക ടെസ്റ്റുകൾ. ചേച്ചി, മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഈ ഡിസംബർ 3-ാം തീയതി മുതൽ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കൂടുതൽ അനുയോജ്യമായിട്ടുള്ള രീതി ഇനി അങ്ങോട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ചേച്ചി വെറുതെ ടെൻഷൻ അടിച്ച് ചേച്ചി അസുഖമൊന്നും വരുത്തി വെക്കരുത്. കല്യാണം ചേച്ചി മോളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇല്ല, ഇപ്പൊ അത് എതിരൊന്നും പറയുന്നില്ല. എന്താ പിന്നെ നോക്കിക്കോ. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ ജാതകം വെച്ചിട്ട് ഇത്തിരി ദുരഭിമാനിയൊക്കെയാണ്. കാരണം ഒരുപാട് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒത്തിരി ആറമ്പം താഴുന്നത് ഇഷ്ടമില്ല. എന്തോ അതൊക്കെ തന്നെ. അപ്പം ജോലി കിട്ടിയിട്ട് മതി എന്ന് പറയാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആ കുട്ടി പറയുന്നില്ലെങ്കിൽ ഇപ്പോഴാണ് അതിന്റെ ഏറ്റവും അനുയോജ്യ സമയം. നോക്കിക്കോ. എന്ന് വെച്ച് ധൃതി പിടിക്കണ്ട. ആളോട് പറയുകയും വേണ്ടെന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ കേൾക്കുമോ എന്തോ. 2025 ജൂലൈ 22 വരെ ഉണ്ട് സമയം. എന്ന് വെച്ചാൽ അന്ന് വരെ നീട്ടിക്കൊണ്ട് പോകണം എന്നല്ല പറഞ്ഞത്. നമുക്ക് 2024 നല്ലൊരു ആലോചന വരും. ആ ആലോചന നമ്മൾ കല്യാണമാക്കും. എന്നെയും വിളിക്കും, ഞാനും വരും, സദ്യ. മക്കളെ അവിടെ വരണം, കണ്ണൂര് വരണം. അവര് ബോംബെന്ന് കണ്ണൂര്. അപ്പൊ വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കണ്ണൂർ വരെ വരേണ്ട അതല്ല വരുന്നില്ല. അല്ല, ഞങ്ങള് കൊണ്ടുപോകാം. നമ്മളെ വണ്ടി ഉണ്ടല്ലോ, എന്റെ ആങ്ങളേന്റെ മോന്റെ വണ്ടി ഉണ്ട്, ഞങ്ങള് പോകും. തീർച്ചയായിട്ടും. ഞാൻ ഒരു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് പറഞ്ഞ് കല്യാണം വിളിപ്പിക്കുന്നവരെ? എന്തൊരവസ്ഥയാണ് എന്റെ. അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഞങ്ങളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഇന്ന് ഞാൻ കണ്ടു. പക്ഷെ ഇപ്പൊ എനിക്ക് വിഷമം വരുന്നത് 1-2 പേരുടേത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. നമ്മുടെ സമയം കുറച്ചൊന്നും അറിഞ്ഞില്ലേ. പ്ലീസ് കോൾ മീ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. ആരാണെന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഇതോട് വിശേഷമൊക്കെ. ഹരി പത്തനാപുരം എന്ന് പറയും, സൂര്യ TV ന്നാ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞോ. 1/11/1995. സമയം വെളുപ്പിന് 3:10. വെളുപ്പിനെ 3:10. അവിട്ട നക്ഷത്രം, ബുധനാഴ്ച ദിവസം, തുലാം 15-ാം തീയതി. മോളാണോ? മോളാണ് സർ. മോൾക്ക് ഈ 7.5 ശനിയിലെ ജന്മശനി കാലമായിരുന്നു ഇപ്പൊ കടന്നു വന്നത്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോരോ തരത്തിലാണ്. മോളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ നല്ല തടസ്സങ്ങളായിരുന്നു. കുഞ്ഞുങ്ങളായില്ലേ?
ഇല്ല, അതാണ് കുഴപ്പമില്ല, കുഞ്ഞുങ്ങളൊക്കെ വരും, ധൈര്യമായിട്ടിരിക്കുക. നല്ല മോശമായിട്ടുള്ള പീരീഡ് ആയിരുന്നു. മോളെ സംബന്ധിച്ച് ഏഴരശനി കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകാതെ കുറച്ച് ടെൻഷനൊക്കെ അടിക്കുക എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞ്. കഴിഞ്ഞ 6.5 വർഷമായിട്ട് മോശമായിരുന്നു മോക്ക്. അതിപ്പോ മാറുകയാണ് ചേച്ചി. ധൈര്യമായിട്ട് 2024 അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മോളോട് ടെൻഷനും ഒന്ന് മാറ്റാൻ വേണ്ടി പറയണം. ആളും കുറച്ച് ടെൻഷന്റെ ആളാണ്. പുറമെ കാണിക്കൂല സാറ്, പക്ഷേ എല്ലാരും ഇങ്ങനെ ഈ ഫോക്കസ് ഒന്ന് മാറ്റാൻ പറയണം. പഠിത്തവും ജോലി കിട്ടാൻ നല്ല സാധ്യതയുള്ള കുട്ടിയാണല്ലോ. ഇപ്പൊ ചെറിയ ജോലിയിൽ അവിടെ നിന്നോണ്ടേ ടെസ്റ്റുകളൊക്കെ എഴുതിയെടുത്ത് കൂടുതൽ നല്ലൊരു ജോലിയിലേക്ക് ശ്രമിക്കാൻ വേണ്ടി പറയണം. അയാൾക്ക് നല്ലൊരു ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട് ആ കുട്ടിക്ക്. അത് അങ്ങനെയുള്ള ജാതകമാണ്. പിന്നെ ശ്രീകൃഷ്ണ വിഷമോ ഇതോ ആണ് ഇപ്പൊ. എന്താ അവര് തങ്ങളില് വേറെ പ്രശ്നം ഒന്നുമില്ല. അതൊക്കെ കുഞ്ഞ് രണ്ടുപേരുടെ ഒരു ചെറിയ ഈഗോ എന്നുള്ളത് മാത്രം ചേച്ചി വിചാരിച്ചാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. മോളാണ് പ്രശ്നം. അതാ മോളുടെ ഒരു ചെറിയ മാനസികമായ ടെൻഷനൊക്കെ ഉണ്ട് ചേച്ചി. അതാ ഞാൻ പറഞ്ഞ ഫോക്കസ് ഒന്ന് ചേഞ്ച് ചെയ്ത് ജോലി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ആളോട് പറയണം. ഇപ്പൊ ഒരു സ്ഥലത്തിരിക്കുന്ന അവിടെ തന്നെ ടെസ്റ്റ് ഒന്നും എഴുതാതെ. അല്ല, അങ്ങനെ ചെയ്യരുതെന്ന് മോളോട് പറയണം. അവിടെ ഇരുന്നു കൊണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി മോളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അപ്പം നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാൻ പറയണം. നല്ല ജോലിയെല്ലാം കിട്ടാൻ അയാളെ സംബന്ധിച്ച് സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ് ചേച്ചി. തുളസിമാല അർച്ചന നെയ്വിളക്കും നടത്തുന്നുണ്ട്. മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തിയാൽ കൊള്ളാം. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.